ഹലോ എവറി വൺ, വെൽക്കം ടു CS ക്ലാസ് റൂം. ഇന്ന് നമ്മൾ നമ്മുടെ ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു ടോപ്പിക്കും കൂടെ നമ്മൾ നോക്കും. ടോപ്പിക്കിൻ്റെ പേരാണ് പോളിനോമിയൽ റിപ്രസെൻറ്റേഷൻ യൂസിങ് അറേസ്. ഇത് 2 വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ മെത്തേഡാണ് നോക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ ഒരു പോളിനോമിയലിനെ അറേസ് വെച്ച് റീപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. First, we have to understand what polynomials are. Okay, mathematics le polynomials ne kurichu thaneyanu nammal ivide discuss cheyyunnathu. All right, so it's an expression consisting of variables and coefficients involving only the operation of addition, subtraction, multiplication and non-negative integer exponents of variables. Okay, so example namukku nokam. So you can see 2x cube plus 4x square plus 2x plus 1. ഒരു typical example നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഓൾറൈറ്റ്, സോ ഇതിനെ നമുക്ക് റീറൈറ്റ് ചെയ്യാം. യു ക്യാൻ റീറൈറ്റ് ലൈക്ക് ദിസ്: 2x ക്യൂബ് പ്ലസ് 4x സ്ക്വയർ പ്ലസ് 2x റേസ് ടു 1 പ്ലസ് 1x റേസ് ടു 0. അപ്പോൾ നമുക്ക് അവിടെ ഇൻക്രീസിങ് പവേഴ്സ് ഓഫ് എക്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇത് വേരിയബിൾ ആണ്, ഇതിൻ്റെ കൂടെ ഉള്ളത് കോയിഫിഷ്യൻസ് ആണ്. റൈറ്റ്, സോ എക്സ് റേസ് ടു 0, എക്സ് റേസ് ടു 1, എക്സ് റേസ് ടു 2, എക്സ് റേസ് ടു 3. ഓൾറൈറ്റ്, സോ കോയിഫിഷ്യൻസ് എന്ന് പറയുമ്പോൾ യു ക്യാൻ സി ദീസ് ആർ ദി കോയിഫിഷ്യൻസ്. ഓക്കെ, അതുപോലെ നമ്മൾ എക്സ് ക്യൂബ്, സ്ക്വയർ, ഇതെല്ലാം എന്താണ് പവേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രീസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഇതാണ് ഒരു പോളിനോമിയൽ, ടിപ്പിക്കൽ പോളിനോമിയൽ. റൈറ്റ്, അപ്പോൾ ഇതെങ്ങനെ നമുക്കൊരു നമ്മുടെ അറേസിൽ നമുക്ക് എങ്ങനെ ഇതിനെ റീപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, so the topic is polynomial representation using arrays. Okay, so 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. Number 1 method is coefficient representation method. Number 2 is tuple representation method. അപ്പോൾ ട്യൂപ്പിൾ അല്ലെങ്കിൽ ടപ്പിൾ നിങ്ങൾ എങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് മെത്തേഡാണ് കോയിഫിഷ്യൻ്റ് റിപ്രസെൻറ്റേഷൻ. അപ്പോൾ അതിൽ കുറച്ച് ഡിഫിക്കൽട്ടീസും പ്രോബ്ലംസും വരുന്നുണ്ട്. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്യൂപ്പിൾ റിപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് കോയിഫിഷ്യൻ്റ് റിപ്രസെൻറ്റേഷൻ ഈസ്. ഓക്കെ, സോ ആദ്യം നമുക്കത് നോക്കാം. സോ യൂസിങ് ആൻ അറേ ഫോർ കോയിഫിഷ്യൻസ്, അത് കോയിഫിഷ്യൻ്റ് റിപ്രസെൻറ്റേഷൻ. ഓക്കെ, സോ എക്സാമ്പിൾ എടുത്തു 2x റേസ് ടു 3 അല്ലെങ്കിൽ 2x ക്യൂബ് പ്ലസ് 4x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1x റേസ് ടു 0 അല്ലെങ്കിൽ പ്ലസ് 1 എന്ന് വേണേൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് യു ക്യാൻ സി നമ്മൾ ഒരു അറേ എങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഇൻഡെക്സ് ഉണ്ട്. സോ ഇൻഡെക്സ് നമ്മൾ യു ക്യാൻ സി ഈ ഇൻഡെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 0, 1, 2, 3. റൈറ്റ്, സോ ഇത് നമ്മുടെ പവേഴ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ബേസിക്കലി യു ക്യാൻ അഗെയിൻ ഞാൻ കാണിക്കാം. സോ യു ക്യാൻ സി 2x ക്യൂബ്. അപ്പോൾ ആ ക്യൂബ് എന്ന് പറയുന്നത് അത് 3rd പൊസിഷനിലോട്ട് പോകും. റൈറ്റ്, സോ പവേഴ്സ് കാണിക്കുന്നത് ഇൻഡെക്സിനെയാണ്. ഓക്കെ, സോ യു ക്യാൻ സി 3 കംസ് ഓവർ ഹിയർ, 0, 1, 2. സോ ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത് ബേസിക്കലി പവേഴ്സ് ആണ്. ഓക്കെ, സോ ഈ പവേഴ്സിന്റെ കറസ്പോണ്ടിങ് എന്ത് വരും? കോയിഫിഷ്യൻസ് വരും. സി ലൈക്ക് ദിസ്. അപ്പോൾ ഈ നമ്മൾ 3 എന്ന് പറയുന്നതിൻ്റെ സപ്പോസ് ഈ എക്സാമ്പിൾ നമ്മൾ എടുക്കുവാണെങ്കിൽ 3 and 2 എന്ന് എടുക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 3, ദിസ് 3 ആൻഡ് ഈ 2 എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ആണ്. സോ ഇതെന്താണ്? ഇൻഡെക്സ് ആണ്. സോ ഇൻഡെക്സ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? നമ്മുടെ ഡിഗ്രി. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് എന്താ ഡിനോട്ട് ചെയ്യുന്നത്? നമ്മുടെ കോയിഫിഷ്യൻറ്റ്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്ക് ഇതിനെ എങ്ങനെയാണ് സി പ്രോഗ്രാമിംഗ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ള കാര്യം കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. സോ ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കോഡ് കാണാൻ പറ്റും, റൈറ്റ് സൈഡിൽ അതിൻ്റെ സിമുലേഷനും നമുക്കൊപ്പം നോക്കി പോകാം. സോ മെയിൻ നമ്മൾ ഐ ഹാവ് നോട്ട് റിട്ടേൺ ദി ഹെഡർ ഹാഷ് ഇൻക്ലൂഡ് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. മെയിൻ എന്ന് നമ്മൾ തുടങ്ങാം. ഓക്കെ, സോ സപ്പോസ് ഞാൻ ഒരു വേരിയബിൾ എടുത്തു. ആ വേരിയബിളിൻ്റെ പേരാണ് ഡിഗ്രി. ഇത് ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും ഹയസ്റ്റ് പവറിനെ കാണിക്കാൻ വേണ്ടിയാണ്. റൈറ്റ്, സോ ഹയസ്റ്റ് പവർ എന്ന് പറയുമ്പോൾ സപ്പോസ് 2x ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 2 ആണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പവർ എന്താണ്? 3 ആണ്, ക്യൂബാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇനീഷ്യലി നമ്മൾ 3 ആയിട്ട് തന്നെ എടുക്കുവാണ്. നമുക്ക് യൂസർ ഇൻപുട്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഡിഗ്രി 3 ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, സോ ഡിഗ്രി എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഇവിടെ യു ക്യാൻ സി മെമ്മറിയിൽ ഒരു ഡിഗ്രി എന്ന് പറയുന്ന ഒരു വേരിയബിൾ അസൈൻ ആയി. അതിനകത്ത് 3 എന്ന വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്തു. ഓൾറൈറ്റ്, നൗ കോയിഫിഷ്യന്റ് 4 യു ക്യാൻ സി ഇൻറ്റ് കോയിഫിഷ്യന്റ്. ഇതൊരു അറേ ആണ്, കോയിഫിഷ്യന്റ് പേരുള്ള ഒരു അറേ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് 4 ബ്ലോക്സ് കണ്ടിന്യൂസ് ബ്ലോക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, മെമ്മറിയിൽ അലോക്കേറ്റ് ആവും, ഡിക്ലെയർ ആണ്. റൈറ്റ്, സോ യു ഹാവ് ഡിക്ലെയർഡ് വാട്ട് അറേ നെയിംഡ് കോയിഫിഷ്യൻസ് വിത്ത് 4 ബ്ലോക്സ്, കണ്ടിന്യൂസ് ബ്ലോക്സ് ആയിട്ട് നമ്മളിതിനെ ഡിക്ലെയർ ചെയ്തു. ഓൾറൈറ്റ്, നൗ ഇൻറ്റ് ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. റൈറ്റ്, യു ക്യാൻ സി ഇൻ ദി റൈറ്റ് സൈഡ്.
നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിന്റ് എഫ് എൻറ്റർ കോയിഫിഷ്യൻ ഫോർ ദി പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3. അപ്പോൾ നമ്മൾ എന്താണ്, കോയിഫിഷ്യൻ നമ്മൾ എൻ്റർ ചെയ്യിപ്പിക്കുവാണ്, യൂസർ എൻ്റർ ചെയ്യിപ്പിക്കുവാണ്, റൈറ്റ്. അപ്പോൾ നമ്മൾ എന്താണ്, സോ ഞാൻ ജസ്റ്റ് നിങ്ങളെ ആ കൺസോൾ കാണിച്ചു തരാം. നമ്മൾ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും, ലൈക്ക് ദിസ്, എൻ്റർ കോയിഫിഷ്യൻ ഫോർ ദി പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3, റൈറ്റ്. നൗ യു ലുക്ക് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഒരു ഫോർ ലൂപ്പ് വരുന്നുണ്ട്. ഫോർ i is equal to 0, i less than or equal to ഡിഗ്രി ആൻഡ് i plus plus, റൈറ്റ്. സോ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ 3 ആണ്. സോ 3, 2, 1, 0 വരെ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ കോയിഫിഷ്യൻസ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, റൈറ്റ്. സോ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ പ്രിന്റ് ഓഫ് യു ക്യാൻ സി കോയിഫിഷ്യന്റ് ഓഫ് എക്സ്, ദിസ് ഇസ് എക്സ് റേസ് ടു, റൈറ്റ്. സോ എക്സ് റേസ് ടു ഇങ്ങനെ കാണിക്കുന്ന സിമ്പിൾ എക്സ് റേസ് ടു ആണ്. പെർസെൻറ്റേജ് ഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന വാട്ട് ഈസ് i 0. സോ എക്സ് റേസ് ടു 0, എക്സ് റേസ് ടു 1, ഇതേപോലെ 1, സോ ഓൺ, റൈറ്റ്. ഈ ഒരു ഫോർ ലൂപ്പ് എക്സ് റേസ് ടു 3 വരെയും ഇതുപോലെ പോകും, റൈറ്റ്. സോ നമ്മൾ എന്താണ്, യു ക്യാൻ സി ഇൻ ദി കൺസോൾ, സി കോയിഫിഷ്യന്റ് ഓഫ്, യു ക്യാൻ സി കോയിഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 0. നമ്മൾ ഇൻപുട്ട് ചെയ്യിപ്പിക്കുക, നമ്മൾ എന്താണ് സ്കാൻ എഫ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ആ പെർട്ടിക്കുലർ പൊസിഷനിലോട്ട് ഇൻപുട്ട് ചെയ്യുക. ആ പെർട്ടിക്കുലർ പൊസിഷൻ എവിടെയാണ്, യു ക്യാൻ സി ഓവർ ഹിയർ, റൈറ്റ്. സോ അവിടെ നമ്മൾ 1, സോ നമ്മൾ 1 എൻ്റർ ചെയ്തു, ഇറ്റ് കെയിം ഓവർ ഹിയർ 1, റൈറ്റ്. അതുപോലെ തന്നെ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 2, സോ 1th പൊസിഷനിൽ 2 കെയിം. സിമിലർലി കോയിഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 2 എന്ന് പറയുമ്പോൾ 23 നമ്മൾ ഇൻപുട്ട് ചെയ്യിപ്പിച്ചു. കോയിഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 3 എന്തായിരിക്കും, 4 വരും, റൈറ്റ്. സോ അതെന്താണ്, ഈ ഫോർ ലൂപ്പ് ആണ്, റൈറ്റ്. സോ ഫോർ ലൂപ്പ് എവിടം വരെയും പോകും, ഡിഗ്രി വരെ പോകും, സ്റ്റാർട്ടിങ് ഫ്രം 0 ടിൽ ഡിഗ്രി എന്താണ് 3 ആണ്, റൈറ്റ്. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞ അറേയിൽ നമ്മുടെ കറസ്പോണ്ടിങ് കോയിഫിഷ്യൻസ് വന്നു, റൈറ്റ്. അപ്പോൾ ഇൻഡിസസ് എന്താ കാണിക്കുന്നത്, ദീസ് ആർ പവേഴ്സ്, റൈറ്റ്. പവേഴ്സിന്റെ കറസ്പോണ്ടിങ് നമ്മുടെ കോയിഫിഷ്യന്റും വന്നു. സോ നമ്മുടെ അറേയിൽ ഇപ്പം എന്തുണ്ട്, നമ്മുടെ കോയിഫിഷ്യൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, റൈറ്റ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്, വി നീഡ് ടു പ്രിന്റ് ദം, ഓക്കെ. അപ്പോൾ കണ്ടിന്യൂസ് കോഡാണ്. അപ്പോൾ സിറ്റുവേഷൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുവാണ്, നമ്മുടെ കോയിഫിഷ്യൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ അറേയിൽ എല്ലാ കോയിഫിഷ്യൻസ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് കാണിക്കുന്നത് പവറിനെയാണ്, റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പോളിനോമിയൽസിന് പ്രിന്റ് ചെയ്യുവാണ്. സോ പോളിനോമിയൽ പ്രിന്റ് എഫ് പോളിനോമിയൽ ഫോർ i is equal to ഡിഗ്രി എന്തായിരുന്നു, 3 ആയിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു, ഐയിലോട്ട് അസൈൻ ചെയ്തു. യു ക്യാൻ സി ഐയിൽ എന്ത് വന്നു, 3 വന്നു. നമ്മൾ എന്ത് ചെയ്യുവാണ്, 3 മുതൽ 0, ബിക്കോസ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, നമ്മൾ എപ്പോഴും എഴുതുന്നത് എങ്ങനെയാണ്, 3x, സപ്പോസ് എക്സാമ്പിൾ എന്ന രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ ഹയസ്റ്റ് പവറാണ് ആദ്യം നമ്മൾ എഴുതുന്നത്, റൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡിഗ്രിയിലുള്ള വാല്യൂ 3 അതിന് ഐയിലോട്ടിട്ടിട്ട് നമ്മൾ ഡിക്രീസ് ചെയ്യുവാണ്, റൈറ്റ്. 3 ദെൻ അടുത്ത് എന്തായിരിക്കും, സപ്പോസ് 2x² ആണെങ്കിൽ അങ്ങനെ, റൈറ്റ്, അങ്ങനെ പോകും നമ്മൾ. നമ്മുടെ എക്സാമ്പിൾ ശരിക്കും 1x³ ആണ്. 1x³ പ്ലസ് 2x² പ്ലസ് 23x പ്ലസ് 4 ഇങ്ങനെയാണ് നമ്മുടെ എക്സാമ്പിളിൽ, ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ചു പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, i is equal to ഡിഗ്രി കൊടുത്തിട്ട് അവിടെ നിന്ന് ഡിക്രിമെന്റ് ചെയ്യുന്നത്, ഓക്കെ. സോ അഗൈൻ നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രിന്റ് എഫ് പെർസെൻറ്റേജ് ഡി, ഇത് കണ്ട, യു ക്യാൻ സി ഇവിടെ ഒരു റേസ് ടു ദി പവറിന്റെ സിമ്പിൾ ഉണ്ട്. സോ ഇതേപോലത്തെ ഫോർമാറ്റിൽ വരും. യു ക്യാൻ സി 4x റേസ് ടു 23x² പ്ലസ് 2x1 പ്ലസ് 1x റേസ് ടു 0. ആ ഫോർമാറ്റ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. സോ എന്താണ്, ഇഫ് i is not equal to 0, അപ്പോൾ ഐൻ്റെ വാല്യൂ എന്താണ്, i not equal to 0 വരും. 0 ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് ചെയ്ത് പോകും, പ്ലസ് ചെയ്ത് പോകും. 0 ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു അറേസിൽ നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്ത്. സോ സി അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം വിൽ ഗോ ടു ദ നെക്സ്റ്റ് ലൈൻ ആൻഡ് റിട്ടേൺ 0 ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്യും, റൈറ്റ്. സോ യു ക്യാൻ സി ഫ്രം ദിസ് എക്സാമ്പിൾ ദാറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഒരു അറേയിൽ നമ്മുടെ ഇൻഡെക്സ്, നമ്മുടെ പവേഴ്സ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, കോയിഫിഷ്യൻ്റ് ഇട്ടു, അതിന് നമ്മൾ പ്രിന്റും ചെയ്തു, റൈറ്റ്. സോ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. പക്ഷെ ഇതിലൊരു ചെറിയൊരു പ്രോബ്ലം, ചെറിയല്ല അത്യാവശ്യം വലിയൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യണം, ഓൾറൈറ്റ്. സോ ദ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് കോയിഫിഷ്യൻ്റ് റീപ്രസെൻറ്റേഷൻ എന്തായിരിക്കും? സോ റീപ്രസെൻറ്റേഷൻ ഓഫ് സ്പാർസ് പോളിനോമിയൽ ബിക്കംസ് എ പ്രോബ്ലം, റൈറ്റ്. സ്പാർസ് പോളിനോമിയൽസ് നമുക്ക് റീപ്രസെൻറ്റ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും ഈ മെത്തേഡ് വെച്ചിട്ട്. കാരണം എന്താണ്, ഇറ്റ് വേസ്റ്റ് ദ സ്പേസ്. അത് നമുക്ക് നോക്കാം. സോ ആദ്യം നമുക്ക് സ്പാർസ് പോളിനോമിയൽ എന്താണെന്നുള്ള കാര്യം നോക്കാം. So a sparse polynomial is a polynomial where most of the coefficients are 0. Okay, example നോക്കാം. Example, suppose 10x raised to 8 plus 5x raised to 1 plus 3.
എക്സ് റേസ് ടു 0 എന്ന് വേണമെങ്കിൽ കൊടുക്കാം, നോ ഇഷ്യൂസ്. ഓക്കെ, 0 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സോ യു ക്യാൻ സി ഇത് സ്പാർസ് ആണ്. കാരണം എന്താണ്, എക്സ് റേസ് ടു 8 കണ്ടിട്ട് നേരെ എക്സ് റേസ് ടു 1 ആണ്. സോ എക്സ് റേസ് ടു 7, എക്സ് റേസ് ടു 6, എക്സ് റേസ് ടു 5 ഇതെല്ലാം മിസ്സിംഗ് ആണ്. എക്സ് റേസ് ടു 1 വരെ എല്ലാം മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കോയിഫിഷ്യൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുവാണ്, യു ക്യാൻ സി നമ്മൾ എവിടെ ആയിരിക്കും നമ്മൾ 10 റേസ് എക്സ് റേസ് ടു ഈ ദിസ് പെർട്ടിക്കുലർ 8 ആണ് ഇത് കാണിക്കുന്നത്, 8 റൈറ്റ്. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് 10 അവിടെ വരും, റൈറ്റ്, യു ക്യാൻ സി. ആൻഡ് അതുപോലെ തന്നെ 1ന്റെ പൊസിഷൻ ഇതാണ്, റൈറ്റ്. അവിടെ എന്ത് വരും, 5 വരും. ബാക്കി ഒന്നും എന്താണ്, ഇല്ല, റൈറ്റ്. ബാക്കി എല്ലാം വേക്കൻ്റ് ആയിട്ട് കിടക്കുവാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ അലോക്കേറ്റ് ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ എന്താണ്, കറസ്പോണ്ടിങ് പ്ലേസസിൽ മാത്രമേ നമുക്ക് വാല്യൂ ഇടാൻ പറ്റുള്ളൂ, റൈറ്റ്. സോ എന്താണ് ഇത്രയും കാര്യങ്ങൾ, അത് എത്രയും ഫുള്ള് ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, 0ൽ 3യും കൂടെ ഉണ്ടായിരുന്നു, റൈറ്റ്. സോ ബാക്കിയെല്ലാം എന്താണ്, വേസ്റ്റ് ആണ്. യു ക്യാൻ സി ഇത്രയും പൊസിഷൻസ് നമ്മളൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. സോ സ്പാർസ് മെട്രിക്സ് പോലത്തെ സ്പാർസ് പോളിനോമിയൽ പോലത്തെ പോളിനോമിയൽസ് വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എ വേസ്റ്റ് ഓഫ് മെമ്മറി സ്പേസ്, അല്ലേ. അപ്പോൾ യു ക്യാൻ സി വേറൊരു എക്സാമ്പിൾ നോക്കിയേ, 10 എക്സ് റേസ് ടു 100 + 5 ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് അൺബെയറബിൾ, അല്ലേ. ഇത് ഭയങ്കര പ്രോബ്ലം, നമുക്ക് കണ്ണിന്നൊക്കെ വെള്ളം വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ എക്സ് റേസ് ടു 100 കഴിഞ്ഞിട്ട് 100 പവറിലുള്ള സ്ഥലം, അതുപോലെ 0th, റൈറ്റ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു അറേ വരയ്ക്കുവാണെങ്കിൽ ഇതെന്തായിരിക്കും, 100 ആയിരിക്കും. ആൻഡ് ദിസ് വുഡ് ബി 0. ഈ 2 പൊസിഷൻ മാത്രമേ ഒക്കുപ്പൈ ആവുള്ളൂ, ബാക്കി എല്ലാം എന്തായിരിക്കും, വേസ്റ്റ് ആയിരിക്കും, റൈറ്റ്. സോ ദർ മസ്റ്റ് ബി സം അതർ വേ ടു റീപ്രസെൻറ്റ്. കാരണം ഈ രീതി നമ്മൾ ചെയ്യുവാണെങ്കിൽ ദർ ബി എ ലോട്ട് ഓഫ് വേസ്റ്റേജ് ഓഫ് സ്പേസ് when we are using sparse polynomial, right. So ഇതിൻ്റെ മേജർ പ്രോബ്ലം ഇതാണ്. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും യൂസിങ് ട്യൂപ്പിൾ റിപ്രസെൻറ്റേഷൻ, റൈറ്റ്. സ്പാർസ് പോളിനോമിയൽ നമ്മളെങ്ങനെ ട്യൂപ്പിൾ റിപ്രസെൻറ്റേഷൻ വെച്ച് റീപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അത് നിങ്ങളുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്കും കൂടെയാണ്, റൈറ്റ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.